ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഫിലിം സ്റ്റഡീസിലെ ദി എവല്യൂഷൻ ഓഫ് ദ ലാംഗ്വേജ് ഓഫ് സിനിമ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഫ്രഞ്ച് ഫിലിം ക്രിട്ടിക്കായിരുന്ന ആൻഡ്രേ ബസിൻ എഴുതിയിട്ടുള്ള എസ്സൈയുടെ ഒരു ഭാഗമാണ്. നമ്മളിവിടെ ആ എസ്സൈയുടെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ. Cinema possesses diverse tools like image contents and montage for interpreting events to the audience. സിനിമയ്ക്കകത്ത് ഇമേജ് കണ്ടൻസും അതുപോലെ തന്നെ മൊണ്ടാഷ് പോലുള്ള ടെക്നിക്കുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ആശയം ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതെന്നാണ് തുടക്കത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. സൈലൻറ്റ് ഫിലിം എറ സോ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് സിനിമാറ്റിക് മീൻസ് വിത്ത് സോവിയറ്റ് ആൻഡ് ജർമ്മൻ സിനിമാസ് ഷോക്കേസിംഗ് ഡിസ്റ്റിങ്ക്റ്റ് അപ്രോച്ചസ്. ഇനി സൈലൻറ്റ് സിനിമയ്ക്കകത്ത് ഇതുപോലെ ഇമേജ് ടെക്നിക്കുകൾ ഒരുപാട് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്, സൗണ്ടിൻ്റെ ഉപയോഗത്തിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ മറ്റ് സാങ്കേതികത എല്ലാം വികസിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ലഭ്യമായിട്ടുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇമേജ് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സൈലൻറ്റ് സിനിമകൾ പ്രധാനമായിട്ട് ഇറങ്ങിയിരുന്നത്. അതിൽ സോവിയറ്റ് സിനിമകളെക്കുറിച്ചും ജർമ്മൻ സിനിമകളെക്കുറിച്ചും പറയുന്നുണ്ട്. സോവിയറ്റ് സിനിമകളിൽ മൊണ്ടാഷിൻ്റെ ഉപയോഗം വളരെ വലിയ രീതിയിൽ എടുത്തു പറയുന്നതാണ്. അതുപോലെ ജർമ്മൻ സിനിമകളിലാണെങ്കിൽ എക്സ്പ്രഷനിസം എന്നുള്ള ഒരു രീതിയാണ് അവർ പിന്തുടർന്നിരുന്നത്. സൈലൻറ്റ് ഫിലിം ആർട്ട്. സൈലൻറ്റ് ഫിലിം കൺസിഡേർഡ് ആൻ ആർട്ട് ഓൺ ഇറ്റ് സൗണ്ട്. സൗണ്ട് പ്ലേഡ് എ സബോർഡിനേറ്റ് റോള്. ഇനി സൈലൻറ്റ് ഫിലിം എന്ന് പറയുന്നത് ഈ ഇമേജ് ടെക്നിക്കുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു ആർട്ടായിരുന്നു. സൗണ്ടിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. സൗണ്ട് എന്ന് പറയുന്നത് സൈലൻറ്റ് സിനിമയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മറ്റു കാര്യങ്ങളാണ്. അതായത് ഡയലോഗ് ഇല്ലാത്ത സിനിമകളെ സൈലൻറ്റ് സിനിമകൾ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. ചെറിയ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കാവുന്നതാണ്. പക്ഷേ അതിന് കൊടുത്തിരുന്നതിനേക്കാളും പ്രാധാന്യം ഈ ഇമേജ് ടെക്നിക്കുകൾക്ക് തന്നെയാണ് കൊടുത്തിരുന്നത്. മൊണ്ടാഷ് ആൻഡ് ഇമേജ് എക്സ്പ്രഷനിസം സെൻട്രൽ ടു സിനിമാസ് ലാംഗ്വേജ് ഡ്യൂറിങ് ദിസ് ഇറ. ഈ സമയത്ത് സിനിമയുടെ ലാംഗ്വേജിൽ പ്രധാനമായിട്ടും മൊണ്ടാഷും അതുപോലെ തന്നെ എക്സ്പ്രഷനിസവുമാണ് ഉണ്ടായിരുന്നത്. ഡിസെൻഡിങ് ഡയറക്ടേഴ്സ്. പിന്നീട് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഈ രീതിയിൽ നിന്ന് മാറി നിന്നിരുന്ന കുറച്ച് ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് മൊണ്ടാഷിൻ്റെയും എക്സ്പ്രഷനിസത്തിൻ്റെയും ഉപയോഗത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ആ രീതിയിൽ നിന്ന് മാറി നിന്നിരുന്ന കുറച്ച് ഡയറക്ടേഴ്സിനെ കുറിച്ച് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്. Directors like Erich von Stroheim, F.W. Murnau and Robert Flaherty challenged montage's importance. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ലാംഗ്വേജിൻ്റെ മൊണ്ടാഷിൻ്റെ എക്സ്പ്രഷനിസത്തിൻ്റെ പ്രാധാന്യത്തെ അവർ ചലഞ്ച് ചെയ്തു. അവരുടെ സിനിമകളിൽ അത് ഉപയോഗിക്കാതിരുന്നു. ഫ്ലാഹർട്ടി പ്രയോറിറ്റൈസ്ഡ് റിയാലിറ്റി. ഫ്ലാഹർട്ടി റിയാലിറ്റിക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതായത് നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നത് പോലെ ഉള്ള രീതിയിൽ സിനിമയ്ക്കകത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ രീതി. മുർനോ ഫോക്കസ്ഡ് ഓൺ ഡ്രാമാറ്റിക് സ്പേസ് ആൻഡ് സ്ട്രോഹെയിം ഷോക്കേസ്ഡ് റിയാലിറ്റി വിത്തൗട്ട് എക്സ്പ്രഷനിസ്റ്റിക് എലിമെൻറ്റ്സ്. ആ രീതിയിൽ അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന മൊണ്ടാഷ്, എക്സ്പ്രഷനിസം തുടങ്ങിയിട്ടുള്ള രീതികളിൽ നിന്ന് മാറി നിന്നു എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഡൈവേഴ്സ് അപ്രോച്ചസ് ഇൻ സൈലൻറ്റ് ഫിലിം. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. അതായത് പല ഡയറക്ടേഴ്സും വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ സിനിമകൾ എടുത്തിരുന്നു. സിനിമകൾക്കൊരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ദി എസ്സേ ആർഗ്യൂസ് സൈലൻറ്റ് ഫിലിം കംപ്രൈസ്ഡ് കോൺട്രാസ്റ്റിംഗ് സിനിമാറ്റിക് ആർട്സ് ചലഞ്ചിങ് ദി ഐഡിയ മൊണ്ടാഷ് ആൻഡ് പ്ലാസ്റ്റിക് കമ്പോസിഷൻ വേർ എസെൻഷ്യൽ. നേരത്തെ പറഞ്ഞതുപോലെ മൊണ്ടാഷിന് അതുപോലെ പ്ലാസ്റ്റിക് കമ്പോസിഷൻ എന്ന് പറയുന്നത് അക്കാലത്ത് ഒരു ഫ്രെയിമിനകത്ത് എങ്ങനെയാണ് ഇമേജുകൾ അവതരിപ്പിച്ചിരുന്നത്, കൺസ്ട്രക്ട് ചെയ്തിരുന്നത് എന്നുള്ള രീതിയാണ്. അതിൽ നിന്ന് മാറിക്കൊണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ സിനിമകൾ എടുത്തിരുന്ന ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുവിൽ എല്ലാ സൈലൻറ്റ് സിനിമകളും ഒരുപോലെയാണെന്ന് പറയാൻ കഴിയില്ല. വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമകൾ ഉണ്ടായിരുന്നു എന്നാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. ട്രാൻസിഷൻ ടു സൗണ്ട് എറ. ഫ്രം 1930 to 1940 കോമൺ സിനിമാറ്റിക് ലാംഗ്വേജ് എമേർജ്ഡ്. 1930 1940 കാലഘട്ടത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള സിനിമാറ്റിക് ലാംഗ്വേജ് ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് സിനിമയ്ക്കകത്ത് സൗണ്ടിൻ്റെ ഉപയോഗം കൂടി കടന്നു വരുന്നതോട് കൂടിയിട്ട്. ഡോമിനേറ്റഡ് ബൈ ഹോളിവുഡ് ജനേഴ്സ് വിത്ത് ഫ്രഞ്ച് സിനിമ ഓൾസോ ഗെയിനിങ് പ്രൊമിനൻസ്. പ്രധാനമായിട്ടും ഹോളിവുഡ് സിനിമയ്ക്ക് അവരുടേതായ രീതി ഉണ്ടായിരുന്നു. കൂടാതെ ഫ്രഞ്ച് സിനിമയാണ് അക്കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു വിഭാഗം. സൗണ്ട് ഫിലിം മെച്യൂർഡ് ഇൻ കണ്ടന്റ് ആൻഡ് ഫോം, അച്ചീവിങ് ക്ലാസിക്കൽ ബാലൻസ് ഇൻ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ടെക്നിക്കൽ ആസ്പെക്ട്സ്.
അപ്പോൾ സൗണ്ട് സിനിമകളായപ്പോഴേക്കും ഒരു ബാലൻസ് വന്നു. അതായത് ഈ സിനിമയ്ക്കകത്ത് സ്റ്റോറി ടെല്ലിങ്ങും അതുപോലെ തന്നെ ടെക്നിക്കൽ ആസ്പെക്ട്സും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സൈലൻറ്റ് ഫിലിമുകൾ, പ്രത്യേകിച്ച് ജർമ്മൻ, റഷ്യൻ സിനിമകളിൽ മൊണ്ടാഷ്, എക്സ്പ്രഷനിസം എന്നുള്ള ടെക്നിക്കുകളൊക്കെ അവിടെ വിഷ്വൽ ആയിട്ടുള്ള എഫക്റ്റുകൾ വളരെ അധികമാണ്. സിനിമ വെറും ഒരു സ്റ്റോറി ടെല്ലിങ് മാത്രമല്ല, അവിടെ ഒരുപാട് വിഷ്വൽ എഫക്ട്സ് അവർ ഈ ഒരു രീതികൾ കൊണ്ട് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ 30s 40s കാലഘട്ടമായപ്പോൾ അത് ബാലൻസ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് വിഷ്വൽ എഫക്റ്റും അതുപോലെ സ്റ്റോറി ടെല്ലിങ്ങും ബാലൻസ് ചെയ്യപ്പെടുന്ന ഒരു സിനിമാറ്റിക് ലാംഗ്വേജ് ഈ ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. പോസ്റ്റ് വേൾഡ് വാർ II ചേഞ്ചസ്. പോസ്റ്റ് വാർ എറ ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ തീംസ്, എസ്പെഷ്യലി വിത്ത് ദ റൈസ് ഓഫ് ഇറ്റാലിയൻ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഇംഗ്ലീഷ് സിനിമാസ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സിനിമയിൽ പുതിയ തീമുകൾ കടന്നു വന്നു തുടങ്ങി. സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ലോകം ഇത്ര വലിയൊരു ദുരന്തം കണ്ടതിന് ശേഷം മനുഷ്യർ കുറച്ചുകൂടിയും അത്തരം പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥകൾ പറയുന്ന കൂടുതലായിട്ടുള്ള സിനിമകളൊക്കെ കടന്നു വന്നു തുടങ്ങി. പ്രത്യേകിച്ച് ഇറ്റാലിയൻ നിയോ റിയലിസം എന്നാണ് പറയുന്നത്. അതായത് യഥാർത്ഥ മനുഷ്യരുടെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളെയൊക്കെ കാണിക്കുന്ന സിനിമകളാണ്. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ഇംഗ്ലീഷ് സിനിമകൾ, അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കടന്നു വന്നു. Essay questions whether neo-realism primarily represents humanism rather than a new film style. അപ്പോൾ ഈ എസ്സേയിൽ ചോദിക്കുന്നത്, ഈ ഇറ്റാലിയൻ നിയോ റിയലിസം എന്ന് പറയുന്നത് വാസ്തവത്തിലൊരു പുതിയ സിനിമ സ്റ്റൈലാണോ അതോ മറിച്ച് അതൊരു ഹ്യൂമനിസം മാത്രമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതായത് മനുഷ്യരുടെ അവസ്ഥകൾ കാണിക്കുന്ന, മനുഷ്യർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്താഗതി മാത്രമല്ലേ അത് എന്നുള്ള രീതിയിലാണ് ഈ എസ്സേയിൽ ചോദിക്കുന്നത്. ടെക്നിക്കൽ പ്രോഗ്രസ്. By 1939, sound film reached classical perfection with the technical advancements stabilizing. 1939 കൂടിയിട്ട് സൗണ്ടിൻ്റെ ടെക്നോളജികളൊക്കെ ഏറെക്കുറെ വളർച്ച പ്രാപിച്ചു. ഇന്നത്തെ പോലെ തന്നെയുള്ള രീതിയിൽ ഏറെക്കുറെ ശബ്ദം സിനിമയ്ക്കകത്ത് ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം അന്ന് നിലവിൽ വന്നു. Post 1940 changes primarily in photography due to increased film sensitivity, but fundamentals of film language remained constant. പിന്നീട് 40കൾക്ക് ശേഷം ഉണ്ടാവുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റൊക്കെ ഫോട്ടോഗ്രാഫിയുമായിട്ട് അതുപോലെ തന്നെ വീഡിയോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാവുന്നത്. സൗണ്ടൊക്കെ ഏറെക്കുറെ അപ്പോഴേക്കും ശരിയായിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ ഫോട്ടോഗ്രാഫിക്ക് വീഡിയോഗ്രാഫിക്കായിട്ടുള്ള ടെക്നോളജി വന്നപ്പോഴും സിനിമയുടെ ബേസിക് ആയിട്ടുള്ളൊരു സിനിമാറ്റിക് ലാംഗ്വേജ്, എങ്ങനെയാണ് സീനുകൾ അവിടെ സ്ട്രക്ചർ ചെയ്യുന്നത്, എങ്ങനെയാണ് സീനുകളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് തുടങ്ങിയതൊക്കെ ഏറെക്കുറെ മാറ്റമില്ലാതെ തന്നെ തുടർന്നു. എവല്യൂഷണറി അനാലജി. ഇനി സിനിമയിലെ ഈ വളർച്ചയെ ഒരു മെറ്റഫർ ഉപയോഗിച്ചുകൊണ്ട് ഈ എസ്സേയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അനാലജി ഓഫ് എ റിവർ റീച്ചിങ് ആൻഡ് ഇക്വിലിബ്രിയം പ്രൊഫൈൽ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സിനിമാറ്റിക് എവല്യൂഷൻ ബൈ ചലഞ്ചിങ് സബ്ജക്റ്റ് മാറ്റർ ആൻഡ് നെസസറി സ്റ്റൈൽസ്. അപ്പോൾ ഒരു ചെറിയൊരു അരുവി ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നുകൊണ്ട് അതൊരു പുഴയായിട്ട് വന്നുകൊണ്ട് പിന്നെ ഒരു ഇക്വിലിബ്രിയമായിട്ട് ആ പുഴ ഒഴുകുന്നത് പോലെയാണ് സിനിമാറ്റിക് ലാംഗ്വേജിൻ്റെ വളർച്ച ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് ഈ എസ്സേക്കകത്ത് പറയുന്നത്. കൺക്ലൂഷൻ. അപ്പോൾ പൊതുവിൽ നമുക്ക് ഈ എസ്സേയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം, സിനിമാറ്റിക് ലാംഗ്വേജ് ഇവോൾവ് ത്രൂ സൈലൻറ്റ് ആൻഡ് സൗണ്ട് എറാസ് അച്ചീവിങ് ഇക്വിലിബ്രിയം ബൈ 1939. സിനിമാറ്റിക് ലാംഗ്വേജ് സൈലൻറ്റ് സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് എക്സ്പ്രഷനിസം അതുപോലെ മൊണ്ടാഷ് തുടങ്ങിയിട്ടുള്ള രീതികൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു രീതിയായിട്ട് വന്നിരുന്നു. പിന്നീട് സൗണ്ട് എറ, സൗണ്ട് സിനിമകളൊക്കെ വന്നോട് കൂടിയിട്ട് ഒരു 39-40 കാലഘട്ടത്ത് ഒരു ഇക്വിലിബ്രിയം, ഒരു ബാലൻസ് ആയിട്ട് അവിടെ വരികയുണ്ടായി. സബ്സിക്വൻറ്റ് ചേഞ്ചസ് ഡ്രിവൺ ബൈ സബ്ജക്റ്റ് മാറ്റർ എക്സ്പ്ലോറേഷൻ റാദർ ദാൻ ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്. പിന്നീട് സിനിമാറ്റിക് ലാംഗ്വേജിനുണ്ടായിട്ടുള്ള മാറ്റത്തിൽ ടെക്നോളജിക്ക് വലിയ പങ്കില്ല എന്നാണ് പറയുന്നത്. അതായത് ടെക്നോളജിയേക്കാൾ കൂടുതൽ ഡയറക്ടേഴ്സ് അവരുടേതായിട്ടുള്ള രീതിയിൽ ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് കൊണ്ടാണ് സിനിമാറ്റിക് ലാംഗ്വേജിനകത്ത് ചേഞ്ചുകൾ ഉണ്ടായിട്ടുള്ളത്. ടെക്നോളജി കൊണ്ട് വലിയ രീതിയിലുള്ള ചേഞ്ച് സിനിമാറ്റിക് ലാംഗ്വേജിന് ഉണ്ടായിട്ടില്ല തുടർന്നങ്ങോട്ടെന്നാണ് ഈ എസ്സേയിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.